ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ദിവസങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം തിരക്കുകളൊക്കെ ഒന്നും ഏകദേശമൊക്കെ സെറ്റായി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അമ്മമ്മ പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അമ്മമ്മ പാവം ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആരുമില്ല, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ എന്താ, നമ്മൾ 2 ദിവസത്തെ പ്രോഗ്രാമും അപ്പൂൻ്റെ പരിപാടിയും എല്ലാത്തിനും ഡ്രസ്സുകളൊരു ഒരു ഒരു മല പോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇനി അതൊക്കെ ഒന്ന് മലയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. കുറേ ഡ്രസ്സുകളുണ്ടല്ലോ, ഹൽദിയുടെ ഉണ്ട്, വെഡ്ഡിങ്ങിൻ്റെ ഉണ്ട്, റിസപ്ഷൻ്റെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അപ്പൂൻ്റെ ഫങ്ഷന് പോയതിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഒരു പരിപാടി അങ്ങനെ എന്തോരം ഡ്രസ്സുകളൊക്കെയാണല്ലേ. പിന്നെ ലാസ്റ്റ് വീഡിയോ ഞാൻ വെഡ്ഡിങ് വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം കുറേ ആൾക്കാർ വെഡ്ഡിങ്ങിനൊന്നും വരാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ കൊള്ളാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാനങ്ങനെ കൂടുതൽ വോയിസ് ഓവർ കൊടുക്കാതിരുന്നത്. പിന്നെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചു. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങിന്. പിന്നെ വിൻചേട്ടനാണ് കവർ ചെയ്ത്, ഡിജി ഓസ്മോളാണ് കവർ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നല്ല വിഷ്വലായിരുന്നു തോന്നുന്നുണ്ട്. വിൻചേട്ടൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ചൊക്കെ അതിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചേട്ടന്മാരും എല്ലാവരും ഒന്നും ഒരുമിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം എല്ലാവരും ഉള്ളൊരു എന്താ പറയുക, ഒരു ഫങ്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റുട്ടീനാണ്. ഇന്നിപ്പം ഹെയർ വാഷ് ഡേ ആണ്. എന്താ പറയുക, ഇന്ന് താളിയൊന്നും ഇട്ടില്ല കേട്ടോ. ജസ്റ്റ് ഷാമ്പൂ ഇട്ടു, കണ്ടീഷണർ ഇട്ടു, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇന്നിപ്പം ജിംബു ഓൾറെഡി സ്കൂളിൽ പോയി. വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഇന്നിപ്പോൾ കുറേ ദിവസമായി സ്കൂളിൽ പോയതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം കുറച്ച് ദിവസം സ്കൂളിൽ പോകാമെന്ന് കഴിഞ്ഞാൽ ആൾ പറയും, അമ്മ പോകുമ്പോൾ ഒരു പേടിയാണ്, ടീച്ചർ വഴക്ക് പറയുമോ, അങ്ങനത്തെ ഒക്കെ ഒരു മൂഡ് കേട്ടോ. നമുക്കുണ്ടാവില്ല അങ്ങനെ. കാരണം ഒരു ദിവസം ആൾ യൂണിഫോം ഉണങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് സ്കൂളിൽ പോകുമായിരുന്നത്. പിന്നെ ഒരു ദിവസം പിന്നെ വെഡ്ഡിങ് ആയി, അങ്ങനെയായിരുന്നു. അങ്ങനെ ആൾ പോയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ അപ്പക്കുട്ടനാണ്. അപ്പക്കുട്ടൻ പിന്നെ സെറ്റാണ്. ആൾ പിന്നെ എന്താണെങ്കിലും ആൾ സ്കൂളിൽ പോവും. ഇടയ്ക്കൊന്ന് പറയും, അച്ഛാ ഞാൻ ഇന്ന് പോകണോ, അമ്മ ഇന്ന് പോകണോ. അപ്പോൾ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ സെറ്റാണ്, റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെന്താ, അപ്പക്കുട്ടിൻ്റെ സ്കിന്നിൻ്റെ അലർജിക്ക് ശേഷം സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി കേട്ടോ. അപ്പം കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ ആളെ ഫേസൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ ഞാനൊന്ന് കുളിപ്പിച്ചു. ഇന്ന് ഒന്ന് ജസ്റ്റ് താളി ഇടണം. ഈ സാറ്റർഡേ സൺഡേ ഒന്ന് താളി ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. താളി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഐശ്വര്യമാണ് അവർ തലയ്ക്ക്. അത് നമ്മളിങ്ങനെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ സംഭവം. അപ്പോൾ അങ്ങനെ ഇന്നും എന്താ പറയുക, ഡെയിലി ഇടുന്ന പോലെ തന്നെ വളകളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഇന്നും പോയത്. ഞാൻ ഏതോ ഒരു വളമൊന്നും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ആനുവൽ ഡേക്ക് ഇട്ട അതേ സെയിം വള ആൾക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, രണ്ടും. അപ്പോൾ ആൾ അതന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഭയങ്കര ഹറിബറിയാണ് കേട്ടോ. കാരണം അപ്പൂനൊന്നും അറിയില്ല ഇന്നിപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മ വേണം സ്കൂളിലേക്ക് കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കി അമ്മ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ബാഗ് എടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പൂനെ അറിയില്ല ആ കാര്യം, പാവം. എന്നിട്ട് കൊണ്ടാക്കി തിരിച്ചിങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ചേട്ടൻ വലിയമാമൻ, ഞാൻ അന്ന് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആളെ ഒന്ന് കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മയുണ്ട് കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹറിബറിയൊക്കെ ആക്കി ചെയ്യുകയാണ്. കാരണം ഓടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ആൾ പോകുന്നത് കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് എത്ര വിശന്നാലും ആൾ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ ഇടയിൽ. അപ്പം ഞാൻ വേഗം ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അപ്പൂനെ വിടാൻ പോവാം. പിന്നെ എനിക്കൊരു കൈ കൊണ്ടൊക്കെ പിടിക്കാൻ പറ്റും, ഞാൻ വലുതല്ല.
അപ്പൂന് ഡാൻസ് കളിച്ച് ട്രോഫി അമ്മയുടെ അത്ര ഹൈറ്റ് ആവുന്നു. ട്രോഫി ഉണ്ടോ തന്നെ ആവോ? അതെ, അതെ, അങ്ങനെ ആയാലും മതി. അതാ വേണ്ട ഒരേ കളറൊന്നും. അമ്മ എന്റെ അമ്മ വേണ്ടേ? പപ്സ് വേണോ? സങ്കടം ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണം? എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ല. അതിനൊരു കുഴപ്പം വാങ്ങിട്ട് അതൊക്കെ അതവിടെ കിട്ടാത്ത സമയം. മടക്ക് വേണം? മടക്കില്ല. കുഴലപ്പം, അമ്മമ്മക്ക് കുഴലപ്പം വേണം. എനിക്ക് വേറെ നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന് അവിടെ. അങ്ങനെ അപ്പൂനൊക്കെ സ്കൂളിലൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കതേ നമ്മളെ കണ്ണൻ ബേബി പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ പോസ്റ്റ് ഓഫീസിലേക്ക് വേണ്ടി എന്തിനോ പോയിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ തിരിച്ചു വരും. അപ്പോൾ വിൻചേട്ടൻ്റെ ചുമതലയിലാണ് ഇപ്പോൾ കണ്ണൻ ബേബി കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ജിമ്പു അപ്പു ഒക്കെ കരയും അമ്മ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അമ്മ മിക്കതും ചെയ്യണത് കോൺ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീമാണ് വേണ്ടത് അവർക്ക്. ഓക്കെ, അപ്പോൾ അത് വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ പോയി അറിയുമ്പോൾ കരയും. അപ്പോൾ ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ അതോടുകൂടെ കുറച്ച് ഞാൻ കരയും. പക്ഷേ ഐസ്ക്രീം കഴിക്കുന്നതോടുകൂടെ ആ സങ്കടം അതിലങ്ങ് കിടന്ന് അലിയും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനത്തെ വിനിച്ചേട്ടന് ഇന്നിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എനിക്കും അമ്മയ്ക്കും ചപ്പാത്തിയും എഗ് ബുർജിയില്ലേ അതായിരുന്നു. വിനിച്ചേട്ടനും ജിമ്പനും പനീർ ബുർജിയാണ് കേട്ടോ. കാരണം പനീർ അത്രയ്ക്കധികം ഉണ്ടായിരുന്നില്ല ക്വാണ്ടിറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എഗ്ഗ് ഉണ്ടാക്കാം, അവർക്ക് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജിമ്പോനും ഭയങ്കര ഇഷ്ടമാട്ടോ പനീർ ബുർജി സിമ്പിൾ. അതായത് റെസിപ്പി പറഞ്ഞു തരട്ടെ. ഒരു സവോള എടുക്കുക, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് കുറേ നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട. ഏകദേശമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 1/2 ടീസ്പൂണിനടുത്ത് തന്നെ മല്ലിപ്പൊടി ഇടുക, എന്നിട്ട് തക്കാളി ഇടുക. ഒരു തക്കാളി 3/4 ഭാഗം ഒക്കെ ഇടാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്മാഷായി കഴിഞ്ഞാൽ നമ്മൾ പനീർ അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കില്ലേ, അതേ സെയിം മെത്തേഡാണ്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. ഉപ്പ് ലാസ്റ്റ് ഇടുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പിടുമ്പോൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ പനീറിൻ്റെ സൈഡിലൊക്കെ അതങ്ങനെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അമ്മമ്മക്കുട്ടൻ പോവുകയാണ്. അപ്പോൾ ഷീബേച്ചിയോട് കൊണ്ട് ഷീബേച്ചിയാണെന്ന് എനിക്ക് സ്റ്റാൻഡൊക്കെ റെഡിയാക്കി തരുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്നതിൻ്റെ മിക്ക ദിവസവും ഇപ്പോൾ ഷീബേച്ചീനെ കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ആൾക്ക് ഏകദേശം സെറ്റാണ് കേട്ടോ സ്റ്റാൻഡൊക്കെ വെക്കുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അമ്മമ്മ പോയി. എനിക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം കേട്ടോ. അമ്മ പോയി കഴിഞ്ഞാൽ ഭയങ്കര വീട്ടിലൊരാളില്ലാത്ത പോലെയാണ്. എനിക്കിത് ഉച്ചയ്ക്ക് ശേഷം അപ്പം അമ്മേനെ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. കുറേ നേരം എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. കാരണം മക്കൾക്കും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്കൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാനും ഇപ്പം ഞാൻ കണ്ണൻ്റെ അടുത്തൊക്കെ കിടന്ന് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇപ്പം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് ഈ കണ്ണനും ഉറക്കത്തിൻ്റെ സമയം കേട്ടോ. അപ്പം മിക്ക സമയത്തും എനിക്ക് അങ്ങനെ മിക്ക സമയത്തും എനിക്ക് അങ്ങ് ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും എനിക്ക് ടൈം കിട്ടാറില്ല. എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അയ്യോ എന്ത് ചെയ്യാന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ അമ്മ ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിനൊക്കെ അടിപൊളിയാണ്. എല്ലാത്തിനും ആൾ കൂടെ നിൽക്കും. നന്നായിട്ട് പണികളൊന്നും നന്നായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും ആൾക്കിപ്പോഴും ആയിട്ടില്ല. പക്ഷേ എങ്കിലും മക്കൾക്ക് ആക്ച്വലി അമ്മമ്മ ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്. അമ്മമ്മമാരെന്ന് പറയുമ്പം എല്ലാ പേരക്കുട്ടികൾക്കും ഒരു ഫേവറേറ്റ് അല്ലേ. പിന്നെ ഞങ്ങൾ കണ്ണൻ ബേബിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അതൊരു വേറൊരു ടാസ്ക്കാണ് ഇപ്പോൾ.
എന്നാലും ഫുഡ് കൊടുക്കാൻ ഇപ്പൊ കുറച്ച് പണിയാണ് കേട്ടോ. അല്ല കണ്ണന് അന്ന് പനിയൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതിനുശേഷം ആള് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ. അതിന് മുന്നേ എല്ലാ സാധനം കൊടുത്താൽ കഴിക്കരുത്. ഇപ്പോഴെല്ലാം കഴിക്കും കേട്ടോ. മറ്റത് കഞ്ഞിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫീഡിങ് ബോട്ടിലുണ്ടല്ലോ, അപ്പൊ അതിൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ സ്പൂൺ ടൈപ്പ് ആണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് വേഗം കൊടുത്താൽ വേഗം കഴിക്കായിരുന്നു. ഇങ്ങനെ ഊഞ്ഞാലിരിക്കും, എന്നിട്ട് മടി വെച്ചിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ മുറ്റത്തിറങ്ങി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാ സമയത്തും മുറ്റത്തേക്ക് ഇറക്കാറില്ല, കാരണം ഇങ്ങനെ വണ്ടിയും ഒക്കെ ഉള്ളതല്ലേ, ചെരുപ്പൊക്കെ നടക്കില്ല. അപ്പം ഫുഡൊക്കെ കഴിക്കാനാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുറ്റത്തിറക്കും. അപ്പോൾ ആള് ഇങ്ങനെ ഓരോന്നൊക്കെ കളിക്കുന്നിടയ്ക്ക് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഫുഡ് പൊടിയരിയിൽ ചെറുപയറിട്ടൊരു 5-6 വിസിലടിച്ചു. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ. മറ്റേത് കഞ്ഞിയും കുറുക്കൊക്കെ കഴിക്കുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് വിശക്കുക. അപ്പോൾ ഞങ്ങളിപ്പം ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറ് നന്നായിട്ട് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയരിയിൽ ഇങ്ങനെ ചെറുപയർ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചൊരു ഫില്ലിങ് ആണ് കേട്ടോ അടക്കം കൊടുത്തോളൂ കേട്ടോ. ഇച്ചിരിയൊക്കെ കഴിച്ചു, അത്യാവശ്യം ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ കഴിച്ച് നിങ്ങൾ അമ്മമ്മ പോയി അല്ലേ? അമ്മമ്മ പോയി. അമ്മമ്മ പോയി. അമ്മ ഇതിപ്പോ ഒരാഴ്ചയായി അങ്ങനെ ഫൈനൽ പോയി. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ പെരിങ്ങോട്ടര ഉത്സവമാണ് കേട്ടോ. ഇന്നലെ നമ്മളിവിടെ പറ വന്നല്ലോ, അപ്പൊ അതിന്റെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. മാർച്ച് 8-ാം തീയതി അങ്ങനെ എന്തോ ആണ്. അപ്പം അതിന് വരും. അതിന് വന്നു കഴിഞ്ഞാൽ 7-ാം തീയതി വരും. പിന്നെ 16-ാം തീയതി കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. കണ്ണന്റെ ബർത്ത്ഡേ 17-ാം തീയതി ബർത്ത്ഡേ ആട്ടോ. അപ്പം അമ്മ മിക്കവാറും ഒരാഴ്ചക്ക് വീട്ടിലുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കണക്കാണ് കേട്ടോ. കാരണം യാത്രയൊക്കെ ചെയ്ത് അമ്മമ്മ ക്ഷീണിക്കും. അപ്പൊ ഒരാഴ്ച നിന്ന് ക്ഷീണം മാറിയിട്ട് അമ്മമ്മ തിരിച്ചു പോകുമ്പോ എടുക്കരുത്. ഫോൺ എടുത്ത് ചന്തിക്കാണ് കിട്ടും നിനക്ക്. ഫോൺ എടുക്കലാണ് കണ്ണന്റെ ഇപ്പത്തെ പരിപാടി. കണ്ണന്റെ കഷരയിലാൻ വരുന്നു. അതോ അതെ 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 അതാ കണ്ണ വീണ്. അയ്യോ കണ്ണ വീണു പാവം. വാവ്.
ഫോൺ സ്റ്റാൻഡ് പിടിക്കാനല്ലേ കള്ള. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അല്ലേ, ഞാൻ പോവാണ്. അവര് സൈക്ലിംഗ്, ഒരു സൈക്ലിംഗ് ഉണ്ട്, ആ സൈക്ലിങ്ങിലൂടെ നമ്മൾ കറങ്ങണം അല്ലെ കണ്ണ? അല്ലേ, അപ്പൊ ഞാൻ കറങ്ങിട്ട്